What's up guys, welcome back to my channel. So ഇത് നമ്മുടെ വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണ് ബാംഗ്ലൂർ റൈഡിൻ്റെ. ഫൈനലി നമ്മളിപ്പോൾ നാട്ടിലേക്ക് പോവുകയാണ്. മൊത്തം 2 ബൈക്ക് 3 ആൾക്കാർ. റൂട്ട് ഇവിടെ നേരം മൈസൂരിൽ നിന്ന് ബന്ദിപ്പൂർ വഴി ഏത് ബോർഡറൊക്കെ കയറുന്നതെന്ന് അറിയത്തില്ല. ഞാൻ നിലമ്പൂർ ഇട്ടിരിക്കുന്നത്. സോ നിലമ്പൂർ പോയി ചാടുന്ന രീതിയിലാണ് ഞാൻ റൂട്ട് മാപ്പ് ഇട്ടിരിക്കുന്നത്. നിലമ്പൂർ വരെ 303 കിലോമീറ്റർ കാണിക്കുന്നുണ്ട്. ഒരു 1 മണിയൊക്കെ ആകുമ്പം നിലമ്പൂർ എത്താമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ നാട്ടിലെത്തുമ്പോഴത്തേക്ക് ഒരു രാത്രി ഒരു 7 മണി 8 മണി എങ്കിലും ആകും. സോ അതിനനുസരിച്ചാണ് പ്ലാൻ ചെയ്യുന്നത്. നമുക്ക് ധൃതിയൊന്നുമില്ല, പയ്യെ എൻജോയ് ചെയ്ത് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ അങ്ങോട്ട് പോവുക. ഈ റോഡ് നേരെ ചെല്ലുന്ന മൈസൂർ നൈസ് റോഡിലേക്കാണെന്ന് തോന്നുന്നു, കറക്റ്റ് അറിയത്തില്ല. അത് ചെക്ക് ചെയ്യണം, കുറച്ച് എന്നിട്ട് ചെക്ക് ചെയ്യണം. ബാംഗ്ലൂർ ഇപ്പോൾ രാവിലെ നല്ല തണുപ്പാണ്. എൻ്റെ കയ്യിലാണെങ്കിൽ റൈഡിങ് ജാക്കറ്റൊന്നുമില്ല, ഒരു നോർമൽ ചുമ്മാ ഒരു ജാക്കറ്റ്. അത് ബാഗൊക്കെ പുറകിൽ കെട്ടി വെച്ചിട്ടുണ്ട്. എല്ലാം സേഫായിട്ടിരുന്നാൽ മതിയായിരുന്നു. ഇത് ഇവിടുത്തെ ഫേമസ് വിധാൻ സൗധ ഒക്കെ ആൾക്കൂട്ടം കാണുന്നുണ്ട്. ഹൈക്കോർട്ട് ലെഫ്റ്റ് സൈഡിൽ ഹൈക്കോർട്ട്, റൈറ്റ് സൈഡിൽ വിധാൻ സൗധ. സ്ട്രക്ചർ ഒരു രക്ഷയില്ല കേട്ടോ. ഇത് ഇവിടുത്തെ വിധാൻ സൗധ എന്ന് പറയുന്നത് കർണാടക നിയമസഭ അങ്ങനെ തോന്നുന്നു കേട്ടോ. തെറ്റാണെങ്കിൽ ആരെങ്കിലും ഒന്ന് കറക്റ്റ് ചെയ്തേക്ക്. ഇത് പിന്നെ ഫേമസ് കബ്ബൺ പാർക്ക്. ഗൈസ്, ഒടുവിൽ നമ്മൾ മൈസൂർ റോഡ് എത്തി കേട്ടോ. നൈസ് റോഡ് നമ്മൾ ടച്ച് ചെയ്തില്ല. എനിക്കറിയത്തില്ല, ചിലപ്പം നമ്മുടെ ഏരിയ നൈസ് റോഡ് പോകുന്നില്ലായിരിക്കും. ഇതിപ്പം നമ്മൾ നേരെ ഡയറക്റ്റ് മൈസൂർ റോഡിൽ വന്ന് കയറി. ഇവിടെ കൺസ്ട്രക്ഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുക. ഇതെന്തോ 8 ലൈനോ എന്തോ ആക്കാനുള്ളൊരു കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുക ബാംഗ്ലൂർ മൈസൂർ റോഡ്. അതും കൂടെ കൺസ്ട്രക്ഷൻ കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്തോ 1.5 മണിക്കൂർ കൊണ്ട് എന്തോ മൈസൂർ എത്താം. ഇപ്പം ബാംഗ്ലൂർ ടു മൈസൂർ 160 കിലോമീറ്ററാണ്. ബൈക്കിന് പോയി കഴിഞ്ഞാൽ ഒരു 2 മണിക്കൂറൊക്കെ മാക്സിമം നമുക്ക് മൈസൂർ എത്താം. 8 ലൈനൊക്കെ വന്നു കഴിഞ്ഞാൽ അതിലും ഫാസ്റ്റാവും. 1.5 മണിക്കൂർ 1.5 മണിക്കൂർ കൊണ്ടൊക്കെ മൈസൂർ എത്തുന്ന രീതിയിൽ. സ്പീഡ് ലിമിറ്റ് അനുസരിച്ചിരിക്കും. പക്ഷെ എപ്പോഴും റോഡ് അത്രയ്ക്ക് മോശമില്ല, കുറച്ച് കൺജസ്റ്റഡ് ആണ്. ബട്ട് ഓക്കെ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇവിടെ വന്ന് ഏതൊരു ഹോട്ടലിൽ കയറി, വലിയ മെച്ചം ഇല്ലായിരുന്നു, കുഴപ്പമില്ല. 3 ഇഡ്ഡലി കഴിച്ചു. കേസ് നമ്മൾ മൈസൂർ എത്താറായി. മൈസൂർ പാലസിലേക്ക് എന്തോ 5 കിലോമീറ്റർ മറ്റേ ഉള്ളൂ. ഒരു ആനവണ്ടി ഫ്രണ്ടിൽ പോകുന്നുണ്ട്. കേരളം വിട്ട് പുറത്ത് പോയി കഴിഞ്ഞാൽ ആനവണ്ടി കാണുന്നത് ഭയങ്കര സന്തോഷമാണ്. അതൊരു പ്രത്യേക ഫീലാണ്. എങ്ങോട്ടുള്ള വണ്ടി? കോഴിക്കോട് വണ്ടിയാണ് കേട്ടോ. നമ്മളിനി കുറച്ച് നേരം ആനവണ്ടിയെ ഫോളോ ചെയ്ത് അങ്ങോട്ട് പോവാം. കോഴിക്കോട്, മൈസൂർ, ഗുണ്ടൽപേട്ട, ബത്തേരി. ആനവണ്ടി പുറകിലാക്കി. വല്ലപ്പോഴും കിട്ടുന്നൊരു ചാൻസാണ്. മൈസൂർ ടൗണിൻ്റെ കുറച്ച് വിഷ്വൽസ് എടുക്കട്ടെ. കുറേ സ്ഥലങ്ങളുണ്ട് കാണാൻ. പണ്ടൊക്കെ സ്കൂളിൽ നിന്ന് ടൂറ് വയ്ക്കുമ്പോഴത്തേക്ക് 3 ദിവസം ടൂർ വയ്ക്കും. അതിൽ ഒരു ദിവസം മൈസൂരായിരിക്കും. ചാമുണ്ഡി ഹിൽസ്, മൈസൂർ പാലസ്, ടിപ്പു സുൽത്താൻ്റെ
സമ്മർ പാലസ്, പിന്നെ ശ്രീരംഗപട്ടണം കോട്ട, കുറേ സ്ഥലങ്ങളുണ്ട് ഇവിടെ. Sure bro, yeah. Kariyo. I'm going to play there. There is no other option. You'll be playing RNC there, bro. Okay bro, see you then. ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചോണ്ടേ വന്നത്. മറ്റേ ഇപ്പോൾ രണ്ടുപേരെ കണ്ടില്ല ടീമിലെ, അപ്പോൾ ഈ പുള്ളിയോടെ കണ്ടില്ലെങ്കിൽ പിന്നെ പോകുന്ന വഴിയല്ല. അതാ പിന്നെ ഞാൻ നമുക്ക് ഇവിടുന്ന് സ്ട്രെയിറ്റ് ആണ് കാണിക്കുന്നത്. റൈറ്റ് സൈഡിലോട്ട് എങ്ങോട്ടാണെന്ന് അറിയത്തില്ല. റൈറ്റ് സൈഡിലേക്ക് കുറേ ബോർഡൊക്കെ കാണുന്നുണ്ട്. സോ റൈറ്റ് സൈഡിലോട്ട് മടിക്കേരി, മാംഗ്ലൂർ. ചെറുതായിട്ടൊന്ന് പെട്രോൾ അടിച്ച് ഫുള്ളാക്കി വെച്ചു. റൂട്ട് ഒരു രക്ഷയില്ല കേട്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് പിന്നെ ക്യാമറ ഓൺ ചെയ്ത്. ചിലപ്പോൾ റിപ്പീറ്റേറ്റീവ് ആയിട്ട് തോന്നും കേട്ടോ. ഒടുവിൽ ഹോട്ടൽ കിട്ടി. സൈഡിലൊക്കെ ഉണ്ട് സൂര്യകാന്ത്. ഇവിടെ കുറേ വാഴത്തോപ്പ് മാത്രമല്ല, ഇവിടെ കുറേ മഞ്ഞളൊക്കെ കൃഷി ചെയ്യുന്നുണ്ട്. അവിടെ കുറച്ച് നാൾ മുമ്പൊക്കെ ഈ റൂട്ടിൽ വരേണ്ടതായിരുന്നു. അന്യായ വൈബ്, ഒരു രക്ഷയില്ല.
കുറച്ചേരം കാറ്റ് കൊള്ളട്ടെ. വെയിലൊക്കെ കിട്ടിയിട്ടുണ്ടായിരിക്കണേ. അവിടെ ആന ഉണ്ടായിരുന്നു. റിട്ടേൺ അടിക്കണോ? പോയോ? ആന മിസ്സായി. So guys, മുതുമല ടൈഗർ റിസർവ്. സോ ഇവിടുത്തെ ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഇവിടെ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് പിന്നെ ഇ പാസ്, ഇത് രണ്ടും വേണം. രണ്ടും ഒരു ചെക്ക് ചെയ്യുന്നുണ്ട്. ഈ രണ്ട് സാധനങ്ങളുണ്ട്, രണ്ടും കയറിയോ? സോ ഇതുവഴി വരുന്നവർ ഈ രണ്ട് കയറിക്കോ. സോ ഇതുവഴി വരുന്നവർ ഈ രണ്ട് ഡോക്യുമെൻറ്റ്സ് ഇല്ലാതെ വരരുത്. നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവരൊക്കെ ഇവിടെ പിടിച്ചു നിർത്തുന്നുണ്ട്. അല്ല റിട്ടേൺ വിടും. പോവാം. മുതുമലൈ ടൈഗർ റിസർവ്. ഫൈനലി വി ആർ ഇൻ മുതുമലൈ ടൈഗർ റിസർവ്. സോ ബന്ദിപ്പൂരിൻ്റെ എൻട്രൻസിൻ്റെ അവിടെ ഒന്നും ചോദിക്കുന്ന രജിസ്ട്രേഷൻ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ മുതുമലയുടെ അവിടെ വന്നത് അത് തമിഴ്നാട് ബോർഡിലേക്ക് കയറുമ്പോൾ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ്, ഇ പാസ് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, താങ്ക് യു. വിസിറ്റ് അഗെയിൻ. ഷുവർ, ഒരു പ്രാവശ്യം കൂടെ വരണം. ഇനിയും വരും. ഞാൻ ഇനി അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ഒരു പ്രാവശ്യം ഈ റൂട്ടിൽ വരണം. ഒരു ചെറിയ ചായ കുടിയൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ സൈറ്റിൽ കയറി നെഗറ്റീവ് സർട്ടിഫിക്കറ്റൊക്കെ അപ്ലോഡ് ചെയ്തു. പിന്നെ ഇ പാസ് ഞാൻ എടുത്തു. അല്ല പിന്നെ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും പിന്നെ അത് ചെയ്യണം. അതിൻ്റെ ആവശ്യമില്ലല്ലോ. നമ്മളിപ്പോഴും ബോർഡിലെത്തിയിട്ടില്ല. ഇപ്പോഴും തമിഴ്നാട്ടിൽ തന്നെയാണ്. എത്ര ദൂരം ഉണ്ടെന്ന് അറിയത്തില്ല. കുറച്ച് സമയം എടുക്കും തോന്നുന്നു. മഴ പെയ്യാതിരുന്നാൽ മതിയായിരുന്നു. മഴ പെയ്താൽ പണി പാടും. നാടിൻ്റെ അറ്റ്മോസ്ഫിയറൊക്കെ പോയി. ഇപ്പം തേയിലത്തോട്ടങ്ങളായി. രണ്ടു വശം തേയിലത്തോട്ടങ്ങളാണ്. അടിപൊളി വ്യൂ ആണ് കേട്ടോ. നിർത്തി എടുക്കാൻ സമയമില്ല. നിർത്തി നിന്ന് ഫോട്ടോ എടുക്കാൻ സമയമില്ല. കുറച്ച് ലേറ്റായി. ഇനി ഞങ്ങൾക്ക് 6 മണിക്കൂറോളം കാണിക്കുന്നുണ്ട്. സോ മാക്സിമം ദൂരം കവർ ചെയ്യാൻ നോക്കുന്നു. അതിനിടയ്ക്ക് എവിടെയെങ്കിലും ബ്രേക്ക് എടുക്കും. ഒരു 1-2 മണിക്കൂറൊക്കെ ഓടിച്ച് കഴിയുമ്പോഴത്തേക്കും ബ്രേക്ക് എടുക്കണം. ഇപ്പം കുറച്ച് നല്ല റോഡ് കിട്ടിയിട്ടുണ്ട്. കുറച്ച് വളവും തിരിവുണ്ടെന്നേ ഉള്ളൂ. പക്ഷെ നല്ല റോഡാണ്. മറ്റേതെൻ്റെ അമ്മോ, അതിന് മുമ്പ് ഒരു രക്ഷയില്ലായിരുന്നു. ഒരു വിധത്തിൽ ഓടിച്ച് താഴെ വന്നു. അപ്പോൾ ഭംഗിയായ വ്യൂ കേട്ടോ. അവിടെയൊക്കെ നല്ല വ്യൂ.
എൻ്റെ പിന്നെ അന്യായ ഒരു രക്ഷയില്ല കേട്ടോ. പൊളി. ഏത് സ്ഥലമാണോ അത്? അടിപൊളി. പൊളി പൊളി. അടി മോനെ കിട്ടു സ്ഥലം. അത് ഏത് സ്ഥലമാണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ആർക്കെങ്കിലും അറിയാമെങ്കിൽ എന്താ കമൻറ്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്തേക്കണേ. രാത്രിയിലൊക്കെ ഇതിലെ യാത്ര അത്ര സേഫ് അല്ലെന്ന് തോന്നുന്നു. ഇപ്പം തണുപ്പൊക്കെ മാറി ചെറിയ ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഗൈസ് ഫൈനലി നമ്മൾ കേരളത്തിലേക്ക് എൻ്റർ ചെയ്തു കേട്ടോ. ചെക്ക് പോസ്റ്റിൽ ഇ പാസിൻ്റെ നമ്പർ കൊടുക്കണം. പിന്നെ നമ്മുടെ ഡീറ്റെയിൽസ് അങ്ങോട്ട് പോകുന്നത്, വണ്ടി നമ്പർ, എവിടുന്നാണ് വന്നത് തുടങ്ങിയ ഡീറ്റെയിൽസ് എല്ലാം അവിടെ ചോദിക്കും. ഫൈനലി വേൾഡ് ഫേമസ് നിലമ്പൂർ തേക്കുകൾ. അങ്ങനെ നിലമ്പൂർ തേക്കും കാടുകൾക്കുള്ളിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇവിടെ എവിടെ തേക്ക് മ്യൂസിയം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവിടെയൊന്നും പോകാൻ സമയം കിട്ടത്തില്ല. തൽക്കാലം നമുക്ക് തേക്കും കാട്ടിലൂടെയുള്ള റൈഡൊന്ന് ആസ്വദിക്കാം. ഗൈസ് നമ്മൾ തൃശ്ശൂരെത്തി. കുറച്ച് ലേറ്റായി. സമയം 8:30. ഇവിടെ ഇടയ്ക്ക് മഴയൊക്കെ പെയ്തെന്ന് തോന്നുന്നു. സോ ഈ വീഡിയോ ഞാനിവിടെ എൻഡ് ചെയ്യാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സീ നെക്സ്റ്റ് വീഡിയോ. ബൈ.